അറിഞ്ഞില്ലേ നിങ്ങള്? ഋഷഭ എന്ന സിനിമ കണ്ടു. അധികം എനിക്ക് ഈ ഒരു സിനിമയുടെ സ്പോയിലർ നമ്മൾ പറയുന്നില്ല, കഥ പറയുന്നില്ല, കാരണം ഈ സിനിമയ്ക്ക് കഥയില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പൊന്നില്ല അല്ലേട്ടാ, പാൻ ഇന്ത്യൻ പണ്ണുമ്പോ ഇമ്മാതിരി പണ്ണി വെക്കുമെന്ന് നമ്മൾ ചിന്തിച്ചില്ല. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ശവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ, നന്നായി. ലാലേട്ടന്റെ ഒരു ബാഹുബലി എന്നൊക്കെ പറയാനുണ്ടോ? ബാഹുബലി ലാലേട്ടന്റെ ബാഹുബലിയൊക്കെ ഇത് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചിരിച്ച് ചാവാൻ കൊള്ളാം ഇതിനകത്ത്. എന്നാലും ഇത് ബറോസും കണ്ണപ്പയൊക്കെ പോലെ അത്രയ്ക്ക് മോശമാണ്, അതിനേക്കാളും മോശം. പറ്റിപ്പോയി സാറേ, പറ്റിപ്പോയി. ലാലേട്ടനൊക്കെ വെറും അപരാധമായിക്കോളാം. നമുക്ക് പ്രതീക്ഷയിലേക്കാളും അപ്പുറമായി പോയി. ഫസ്റ്റ് ഹാഫൊന്നും കണ്ടിരിക്കാൻ പറ്റാത്ത ഒരു അപരാധം ലെവൽ സിനിമ. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. ശോകം എന്നൊക്കെ പറയണ്ടല്ലോ, കാട്ടു ശോകം പടം. ഒരു കയ്യബദ്ധം, എന്മാതിരി കാട്ടവരാതോട്. നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. പക്ഷെ ഇന്നിപ്പോ തിയേറ്ററിൽ പോയപ്പോഴത്തേക്ക് ഒരു ബോംബ് പടം. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. എന്റെ അമ്മോ, എന്ത് കാര്യത്തിലാണ് ലാലേട്ട ഈ വൃഷഭ എന്ന് പറയുന്ന ഈ സിനിമയിൽ അഭിനയിച്ചെന്ന് എനിക്ക് ഒരു രീതിയിൽ മനസ്സിലാവുന്നില്ല. മോശം അഭിപ്രായം. ഒരു ഷോ പോലും കേരളത്തിൽ നിന്നല്ല, ഈ എവിടെയൊക്കെയാണോ ഈ പടം ഇറങ്ങിയിരിക്കുന്നത് അവിടെ കളിപ്പിക്കാതിരിക്കുക. കാരണം ഇങ്ങനെ ഒരു സിനിമ നമ്മൾ ആരും കാണാൻ ആഗ്രഹിക്കത്തില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു.